ഹലോ, വെൽക്കം ടു ഡിലൈറ്റ് ഡോം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇടിയിറച്ചിയാണ്. എല്ലാവരും ഇടിയിറച്ചീനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ബീഫ് ഉണങ്ങിയിട്ട് അത് ഇടിച്ച് പാകപ്പെടുത്തി എടുത്ത് ഒരു ഫ്രൈ ആക്കുന്നതാണ് ഇടിയിറച്ചിയുടെ കറി എന്നുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഉണങ്ങാനായിട്ടൊക്കെ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റിൽ ഇത് അവൈലബിൾ ആണ്. ഒന്നുമില്ലെങ്കിൽ മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യയുടെ ഉണക്കിയിറച്ചി വാങ്ങുക, അല്ലെങ്കിൽ ഇതുപോലെ ലോക്കൽ ബ്രാൻഡ്സ് ഒരുപാട് ഇറക്കുന്നുണ്ട്. അങ്ങനെ ലോക്കൽ ബ്രാൻഡിൻ്റെ ഈ ബ്രാൻഡ് ഞാൻ വാങ്ങാൻ കാരണം അത് ഇടിക്കുകയൊന്നും വേണ്ട. നമ്മളിപ്പോൾ ഉണക്കിയിറച്ചി അവർ ഇടിച്ച് നന്നായിട്ട് ചതച്ചിട്ട് ആണ് പാക്കറ്റിലാക്കി തരുന്നത്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അടുപ്പ് കത്തിച്ച് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ചതച്ച് വെച്ചിരിക്കുന്ന ഉണക്കയിറച്ചി ഇട്ട് കൊടുക്കുക. ഞാനിത് ഇങ്ങനെ വെള്ളത്തിലിട്ട് തിളപ്പിക്കാതെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇങ്ങനെ തിളപ്പിച്ചും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ നമുക്കത് ആ ഇറച്ചി കഴിക്കാനായിട്ടൊരു രസം തോന്നുന്നത്, നല്ല ടേസ്റ്റിയറായിട്ടും തോന്നുന്നത് ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി അതിലേക്ക് ഇടുക. എന്നതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നല്ല ചെറിയ വെള്ളത്തിൽ വെച്ചാൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ തിളച്ച് വരുമ്പോൾ അത് ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് അരിച്ചൊഴിക്കുക. ഓക്കെ, ആ വെള്ളം ഒന്ന് ഊർത്തി കളയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. അപ്പോൾ നന്നായിട്ട് അത് വെള്ളം സ്ട്രെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പ നമ്മൾ ഉപയോഗിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നന്നായിട്ട് ആ ഈർപ്പം ഫുള്ളായിട്ട് അത് അവിടെ നിന്ന് വലിഞ്ഞ് കിട്ടും. ഇത് ജസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇറച്ചിക്ക് അത്യാവശ്യം ഒരു മയം കിട്ടും. അപ്പോൾ അല്ലെങ്കിൽ ഭയങ്കര സ്റ്റിഫായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇരിക്കും. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റുള്ള സാധനങ്ങൾ, ചെറിയ ഉള്ളി ഒരു 10-15 എണ്ണം, അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു ഫുൾ വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു വലിയ പീസ് ഇഞ്ചി. നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും നന്നായിട്ട് ചേരുക എന്നുള്ളതാണ് ഇതിൻ്റെ രുചി നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇനി അടുത്തതായിട്ട് നമുക്കിത് കുക്ക് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ട് പാൻ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ തന്നെയാണ് ഇതിന് ഉപയോഗിച്ചാലാണ് ഏറ്റവും ടേസ്റ്റിയറായിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ കടുക് താളിക്കാനുള്ള കടുക് ഇടുക. അപ്പോൾ കടുക് പൊട്ടിക്കാനുള്ള കടുക് ഇടുക. അതിന് ശേഷം നമ്മൾക്ക് നമ്മുടെ കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് വറ്റൽമുളകാണ് ഇതിന് ഏറ്റവും നല്ലത്. അപ്പോൾ കാരണം ഇതൊരു ഡ്രൈ ആയിട്ടുള്ള വിഭവമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് വറ്റൽമുളക് ഉപയോഗിക്കാം. ഞാനൊരു 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതിനെ ഈ കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് വറ്റൽമുളക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വറ്റൽമുളക് എടുക്കാം. അത് കടുക് ഇപ്പോൾ പൊട്ട് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ വറ്റൽമുളക് കീറി ഇടാം. അപ്പോൾ ഞാനത് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്താണ് ഇടുന്നത്. അപ്പോൾ അതേ രീതിയിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പച്ചമുളക് ഉള്ളുവെങ്കിലും നമുക്ക് അങ്ങനെ തന്നെ പച്ചമുളക് വന്ന് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ വറ്റൽമുളകാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഈ 3 എണ്ണത്തിൻ്റെയും മിക്സ് അരയ്ക്കൊന്നും ചെയ്യരുത്. അത്യാവശ്യം വലിപ്പമുള്ള പീസായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഇതെടുക്കുക. ഇതിൽ മാക്സിമം നന്നായിട്ട് ചുവന്നുള്ളി എത്ര കൂടണോ അത്രയും നല്ലതാണ്. എന്നിട്ട് അതൊന്ന് ചുവന്ന നിറമാവുന്നത് വരെ ഒന്ന് വഴറ്റുക. കരിഞ്ഞു പോകരുത്, ഒരു ഇളം ഗോൾഡൻ ഷെയ്ഡ് ആകുന്നത് വരെ വഴറ്റുക. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് വഴറ്റുക. അതിനുശേഷം മുളക് പൊടി, അതൊരു സാധാരണ മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി അല്ല, സാധാരണ മുളക് പൊടി. ഒരു കുറച്ച് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഒരു സ്പൂൺ വരേക്കും ഇടാവുന്നതാണ്. അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടി ഉപയോഗിക്കാം. നമുക്ക് മല്ലിപ്പൊടി ബീഫ് ആയതുകൊണ്ടാണ്, ബീഫിന് മല്ലി ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ബീഫിന് മല്ലിപ്പൊടി ഉപയോഗിക്കണം. അപ്പോൾ അതിനുശേഷം മല്ലിപ്പൊടി ഉപയോഗിച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത്രയാണ്. നമ്മളിനി ഇതിനകത്ത് വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചു, മുളക് പൊടി ഉപയോഗിച്ചു, മല്ലിപ്പൊടി ഉപയോഗിച്ചു. അതിനുശേഷം കുറച്ചൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളുടെ കാശ്മീരി ചില്ലി ഉപയോഗിക്കുന്നത്. കാശ്മീരി ചില്ലിയാണ് ലാസ്റ്റായിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ. എന്നിട്ട് ഈ മുളകിൻ്റെ കുത്തലൊന്ന് മാറാനായിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ആ എണ്ണയിൽ കിടന്നതൊന്ന് മൂക്കട്ടെ. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇടുക. കറിവേപ്പില നമുക്ക് പിന്നീടും ഗാർണിഷ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ആവശ്യത്തിന് കറിവേപ്പില ഇപ്പോൾ ഇടുക. ഇപ്പോൾ നമ്മൾ എണ്ണയിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ടു. അതിനുശേഷം നമ്മൾ ആ വെള്ളം മാറാനായിട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് ജസ്റ്റ് തിളപ്പിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് സ്പ്രിങ്കിൾ ചെയ്ത്
ഇടുക. നമുക്ക് നമ്മുടെ ഈ ചേരുവയിലേക്ക് ഇടുക. അപ്പോൾ അത് നന്നായിട്ട് വിടർത്തി ഇടണം. ചതച്ച് വരുമ്പോൾ ചില പീസുകളൊക്കെ ചതച്ചേക്കണത് വിടർന്ന് കിടക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതിന്ന് ഒന്നുകൂടെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഇടുന്നത് നമുക്ക് കുറച്ചുകൂടെ ഒരു ക്വാണ്ടിറ്റി കുറച്ചുകൂടെ അധികം ഉണ്ടാവാനായിട്ട് സഹായിക്കും. അപ്പോൾ എന്നിട്ട് ഇത് നന്നായിട്ട് അതിലേക്ക് നമ്മളുടെ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ ഉള്ളിയുടെയും ഒക്കെ ടേസ്റ്റ് അതിലേക്ക് ഇറങ്ങാവുന്ന രീതിയിലേക്ക് അതൊന്ന് ഇളക്കണം. അതിന് ശേഷം നമുക്ക് ഇനി ഇതിലാകെ ചേർക്കേണ്ടത് ഉപ്പ് മാത്രമേ ഉള്ളൂ. ഉപ്പ് ആവശ്യത്തിന് പൊടിയുപ്പ് നമുക്ക് ഇതിൽ ചേർക്കുക. ഞാനൊരു അര സ്പൂണിനോടത്തോളം ഉപ്പ് പൊടി ചേർത്തിട്ടുണ്ട്. കാരണം ഈ ഇറച്ചി ഉണങ്ങുമ്പോൾ ഓൾറെഡി അതിലൊരു ചെറിയ ഉപ്പുണ്ട്. അപ്പോൾ അതും കൂടി കണക്കിലെടുത്ത് വേണം. ഒരുപാട് ഉപ്പിടണ്ട, നമ്മൾ മീഡിയമായിട്ടുള്ള ഉപ്പിട്ടാൽ മതി. അപ്പോൾ അതൊക്കെ ഇട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് തട്ടി പൊത്തി ഇങ്ങനെ എന്നിട്ടത് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് മൂടി വയ്ക്കുക. മൂടി വെച്ച് ഇങ്ങനെ ഏറ്റവും സിമ്മിലല്ല മീഡിയം തീയിൽ വെച്ച് മൂടി വയ്ക്കുക. മൂടി വെച്ചിട്ട് ഇടയ്ക്ക് വെച്ച് ഒന്നുകൂടെ കൊടുക്കുക. മൊത്തം 5 മിനിറ്റ് ഓളം ഇങ്ങനെ മൂടി വെച്ചുകൊണ്ടിരുന്നത്. അത് 5 to 10 മിനിറ്റോളം നമുക്ക് കുക്കിങ്ങിനനുസരിച്ച് ഇത് ചെയ്യാം. അപ്പോൾ അത് ആ നാരുകളായിട്ട് സ്ട്രാൻഡ്സായിട്ട് നമ്മൾ വിടർത്തി ഇടുവാണെങ്കിൽ നമ്മുടെ കുക്കിംഗ് ടൈം കുറവ് മതി. അപ്പോൾ ഇത് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ 2 മിനിറ്റ് കൂടുമ്പോഴും ഇളക്കി കൊടുക്കുക. നന്നായിട്ട് നമ്മൾ അടുപ്പിൻ്റെ ചുവട്ടിൽ നിന്ന് മാറി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇപ്പോൾ നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞു. അതിന് ശേഷം ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിലിടണം. അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടിയാണ് ഇടേണ്ടത്. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണില്ല, 1/2 ടീസ്പൂണിലും കുറച്ച് കുറവ്. അപ്പോൾ കുരുമുളക് പൊടി ഒന്ന് അതിൻ്റെ മുകളിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഈ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അത് ഒരു 2 മിനിറ്റോടെ ഒന്ന് മൂടി വെച്ച് ആ കുരുമുളക് പൊടിയുടെ സത്തും കൂടി അതിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ ഇത് ചെയ്യുമ്പോഴൊക്കെ തീ ഒരുപാട് കൂട്ടി വെക്കണം. ഫുൾ തീയിൽ വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് സ്ലോ കുക്ക് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇത് ഇങ്ങനെ വിട്ട് വന്ന രീതിയിലേക്കാവും. എന്നിട്ട് നന്നായിട്ട് മൂടി വെച്ച് ഒന്നുകൂടെ നല്ലോണം യോജിച്ച് വന്ന രീതിയിൽ ഒരു 2 മിനിറ്റത്തേക്ക് ഈ കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റോടെ മാക്സിമം, അല്ലെങ്കിൽ 1 മിനിറ്റോ 2 മിനിറ്റോടെ മൂടി വെച്ച് വേവിച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ നന്നായിട്ട് നല്ല ഫ്രൈ ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ തീ ഒന്നുകൂടെ കൂട്ടി വെച്ച് ഫുൾ തീയിൽ വെച്ച് ഒന്നുകൂടെ ഒന്ന് ഇളക്കി വാങ്ങുക. ഇതേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെറിയ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച്, വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ ബീഫ് ഉണങ്ങാനുള്ള സൗകര്യമൊക്കെ ഉള്ളവർക്ക് അങ്ങനെ തന്നെ വീട്ടിൽ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇതുപോലെ കടയിൽ നിന്ന് വാങ്ങുന്ന ഉണക്ക ബീഫ് വാങ്ങിച്ചിട്ട് നമുക്കിതുപോലെ ഉണ്ടാക്കാവുന്നത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ വാങ്ങി. ഇനി നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി എങ്ങനെ സെർവ് ചെയ്യാമെന്ന് നോക്കാം. വേറെ ഒന്നുമില്ല, ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ബീഫ് ഉണങ്ങിയത് ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ മാറ്റിയ ബീഫ് ഇത് വളരെ രുചികരവും സ്വാദിഷ്ടവുമായിട്ടുള്ള ഒരു ചോറിൻ്റെ കൂടെയും അതുപോലെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സ്വാദിഷ്ടമായിട്ടുള്ള വിഭവമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ആർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. ബാച്ചിലേഴ്സിനും അല്ലാത്ത ഹോം മേക്കേഴ്സിനും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായിട്ടുള്ള വിഭവമാണ്. എല്ലാവരും ഇതിപ്പോൾ ട്രൈ ചെയ്ത് ചെയ്യുക, ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ ഇതുപോലെയുള്ള ഡിഫറെൻറ്റ് റെസിപ്പിയുമായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ നമ്മളിതിൽ പ്രത്യേകിച്ച് മസാലകളൊന്നും ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.